സോ ഗൈസ് നമ്മൾ ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. അപ്പൊ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു. ഭയങ്കര കാറ്റിട്ടോ, മഴ പെയ്യാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഉള്ളിൽ കറണ്ട് പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു പുറത്തിറങ്ങി വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ക്ലിയർ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഡയറി ഒക്കെ ഞാൻ എഴുതി സെറ്റാക്കി. എന്റെ ഒരു 2 ദിവസത്തെ കഷ്ടപ്പാട് എന്ന് പറയാൻ പറ്റില്ല, 2 രാത്രിക്കത്തെ കഷ്ടപ്പാട്. രാവിലെ എനിക്ക് വേറെ കുറെ പണികളുണ്ടാവും, അപ്പൊ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നട്ടപ്പാതിരാക്ക് കുത്തിരുന്ന് ഞാൻ എഴുതി സെറ്റ് ചെയ്ത് ഒക്കെ ഇതാക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നില്ല. പിന്നെ ഉള്ളിൽ എഴുതി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം നമ്മൾ ഒരാൾക്ക് എഴുതി കൊടുക്കുന്ന സീക്രട്ടുകളാണല്ലോ. സീക്രട്ട് എന്നൊന്നും പറയാനില്ല, പക്ഷെ എന്നാലും എനിക്ക് ചമ്മൽ ഗൈസ്. അപ്പൊ അതൊക്കെ നമ്മൾ എഴുതി സെറ്റാക്കി. അപ്പൊ ഒരു 2 രാത്രി ഞാൻ മൊത്തം കഷ്ടപ്പെട്ട് ഇന്ന് രാവിലെ ഞാൻ കുറെ ഇരുന്നൊക്കെ റെഡി ആക്കിക്കണേ. ഇനി നമുക്കിത് ഇതിന്റെ ചട്ടയാണ് ഈ കാണുന്നത്. അതിന്റെ ഒരു ലൈക്ക് ഒരു ബോക്സ് ആണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ല, കാണിച്ചു വെച്ചിരിക്കണു. ഓനെ ഞാനൊന്നും പറയണില്ല, ഒക്കെ കൂടി നശിപ്പിച്ചിട്ടിരിക്കണം. പക്ഷെ കുഴപ്പമില്ല, അത് അങ്ങനൊന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യണോണ്ട് ഗിഫ്റ്റ് പേപ്പർ ഒക്കെ എനിക്ക് ഇവിടെ സ്റ്റോക്ക് ഉള്ളതാണ്. അപ്പൊ ഗിഫ്റ്റ് പേപ്പർ വെച്ചൊന്ന് പൊതിഞ്ഞ് കവർ ചെയ്ത് സെറ്റ് ആക്കണം. പിന്നെ നമുക്ക് നേരെ ഫുഡ് കഴിച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോകണം. ഇന്ന് അവിടെ ഉണ്ട് പറഞ്ഞിക്കണം. ഞാൻ ഉച്ചക്ക് വരാന്നൊക്കെ പറഞ്ഞ് ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഓൾ അവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയണമെങ്കിൽ വിളിച്ചു ചോദിക്കണം. അപ്പൊ സർപ്രൈസ് ആയിട്ടൊക്കെ പോവാണെങ്കിൽ ചിലപ്പോൾ ആൾ അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ പണി പാളും. അപ്പൊ എന്താ ഗിഫ്റ്റ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓൾ എന്തായാലും ഇതൊന്നും പ്രതീക്ഷിക്കില്ല, ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് നേരെ പോണം. ഓളുടെ ഒരു മുഖത്തെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് എനിക്ക് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഞാൻ ഇതൊക്കെ പോയിട്ട് വേഗം സെറ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഓളെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങാം. അപ്പം പിന്നെ കഴിച്ച് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങള്? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാന് സിമ്പിൾ ആയിട്ടൊന്ന് വരച്ചതാണ്. അത്ര കണ്ട് ശരിയായിട്ടില്ല, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം ഗൈസ്. ആദ്യം ഞാൻ വിചാരിച്ചു ഞങ്ങളെ ഫോട്ടോസ് ഇഷ്ടപ്പെട്ട ക്ലിപ്സ് ഒക്കെ എടുത്തിട്ട് വരച്ച് ഒട്ടിച്ചിട്ട് എഴുതിയിട്ട് ഇങ്ങനെ കൊടുക്കുക, അതൊരു അടിപൊളി ഗിഫ്റ്റ് ആവുന്നു. പക്ഷെ അതോളെ കല്യാണം കഴിഞ്ഞ അടുത്ത മാസം കഴിയുമ്പോക്കിന് കൊടുക്കൽ നടക്കൂല. കാരണം കുറേ സമയം എടുക്കും വരച്ച് അത് ഉണ്ടാക്കി എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അപ്പൊ അത് കുറെ ടൈം എടുക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഒരു രീതിക്ക് ആക്കാന്ന്. പക്ഷെ എന്നാലും എനിക്കൊരു ഫോട്ടോ വരച്ചൊട്ടിച്ച് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനമല്ല ഗൈസ്. കാരണം ഞാൻ ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ആളുകളുടെ ഒക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, അവരുടെ ഫോട്ടോസ് വരച്ചു കൊടുക്കാറുണ്ട്. അവരെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റും അത്രയൊക്കെ സന്തോഷിപ്പിക്കാറുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാറുണ്ട്. അപ്പം എനിക്ക് ഇത്രയും സ്പെഷ്യൽ ആയ ഒരാളുടെ ഫോട്ടോ വരച്ചു കൊടുത്തില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഇതല്ലേ. ഇത് ഞാൻ ഒക്കെ കൊടുക്കാൻ വേണ്ടി വരച്ചതാണ്. അത്ര കണ്ട് ശരിയല്ല, ഞങ്ങൾ എടുത്തൊരു സെൽഫിയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. കുറച്ച് ക്യൂട്ട്നെസ് ഉണ്ട് ഒരു ഫോട്ടോ വരച്ചതിന്. അപ്പൊ ഇതും കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം കൂടി ചേർത്തിട്ട് പോയിട്ട് ഗിഫ്റ്റ് ആക്കിയിട്ട് വരാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിത് ഈ ഗിഫ്റ്റ് പേപ്പർ ഒക്കെ വെച്ച് പൊതിഞ്ഞ് സെറ്റ് ചെയ്തെടുത്തു. എൻ്റെ അടുത്താണെങ്കിൽ മറ്റേ ഇൻസുലേഷൻ ടാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗമ്മ് വെച്ചിട്ടൊക്കെയാണ് ഇത് ഈ കോലത്തിലൊന്ന് ആക്കി എടുത്തേക്കണത്. ബട്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ എന്തുണ്ടാക്കിയാലും ഉമ്മാനോടൊരു അഭിപ്രായം ചോദിക്കുന്ന ഒരു സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടിട്ട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു അടിപൊളി ആയിക്കണ, അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും സാധനം കൊള്ളാം, അടിപൊളി ആയിക്കണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പം അവിടുന്ന് ഒരാൾ എന്നെ സൂക്ഷ്മമായി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ആരാന്ന് മനസ്സിലായോ? പട്ടി. പിന്നെ ഇതേ നമ്മുടെ പുഴയൊക്കെ ഇതിൽ കൂടെ ഇങ്ങനെ എന്താ പറയുക കവിഞ്ഞൊഴുകുന്നുണ്ട് ഗൈസ്. അപ്പം ഗൈസ് നമ്മളിതാ അവളുടെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി ഓളെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു 2 മണിയായിട്ടോ. അപ്പം നമുക്കിനി പോയിട്ട് അവിടെ കുറച്ച് പരിപാടികളുണ്ട്. പറച്ചിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ആകെ 2 അടി അങ്ങോട്ട് നടക്കാനേ ഉള്ളൂ. ഇവിടുന്ന് 2 സ്റ്റേറ്റ് കടന്ന് പോണ മാതിരിയാണ് പറയണത്. അപ്പം നമ്മൾ കുറച്ച് നടക്കാനേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരിത്തിരി ദൂരം നടക്കാനേ ഉള്ളൂ ഓളെ വീട്ടിലേക്ക്. അപ്പം നമുക്കിനി നേരെ ഓളെ വീട്ടിൽ പോവാം. മിക്കവാറും ഞാനത് 2 പാർട്ടാക്കിയിട്ടിരിക്കും. ഇവിടെ ഓളെ വീട്ടിൽ പോയിട്ട് ഓളെ എക്സ്പ്രഷൻ വേറൊരു പാട്ടും ഇതായിരിക്കും. എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, നമുക്ക് ടൈം നോക്കിയിട്ടിടാം. അപ്പോൾ നമുക്ക് പോവാം. ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ചിറങ്ങി അങ്ങനെ ഓടി പോകുന്നിട്ടേ മഴ എങ്ങാനും പേണീനും നമുക്ക് ഓളെ വീട്ടിലെത്തണം. ഞാൻ കുട എടുത്തിട്ടില്ല. ഇത് കുടയും കൈ പിടിച്ച് നടക്കാൻ ഭയങ്കര മടിയാണ്. ഇവിടെ എനിക്ക് നിറച്ച് ചളിയാണ് ഗൈസ്. സോ പോവാം ഗൈസ്. കണ്ട ഗൈസ്, റോഡ് മുഴുവനും കുത്തിക്കുരുങ്ങി കുണ്ടും കുഴിയാണ്. അപ്പം ഇതാണ് അവളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നിങ്ങനെ ഇറങ്ങുക, എന്നിട്ട് ഈ ഒരു വളവൊക്കെ തിരിയുക, അതിൽ കൂടെ ഇങ്ങനെ പോവുക. അപ്പോൾ കുറച്ചാണ്ട് എത്തുമ്പോൾ അവളെ വീട്ടിലേക്ക് എത്തും. കുറേ ആൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിൽ. ഞാൻ അവളെ ഇത് കുറേ എടുത്തുക്കണ്. സോ ദാറ്റ് ഇവിടെയൊക്കെ എന്തൊക്കെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. ഇതുണ്ടോ, ഇവിടെ വീട് പണിയൊക്കെ ഇവർ ഏകദേശം സ്വന്തമായിട്ടാണ് ഗൈസ് നോക്കണത്. അപ്പോൾ ഇവരിങ്ങനെ ഈ കെട്ടിയ ഷെഡിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കും മഴക്കാലത്തൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഇതാ ഗൈസ്, ഇതാണ് വഴി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുഴയുണ്ട്. പിന്നെ ഇതേപോലെ ചീവിടിൻ്റെ സൗണ്ട് എപ്പോഴും കേൾക്കും. അത് വൈകുന്നേരം ആയാലും ഉച്ചയായാലും രാവിലെ ആയാലൊക്കെ കേൾക്കും. അപ്പം ഇനി സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. പുഴ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഓളെ വീട്ടിൽ പോയിട്ട് കാണാം ബാക്കി. കണ്ട ഗൈസ്, ഇങ്ങനെ വലിയൊരു മല പോലെയാണ് ഇവിടെ. എന്നിട്ട് നിറച്ച് മരങ്ങളാണ്. ഫോറസ്റ്റ് ആണ് ഇത് കേട്ടോ. അത് ഫോറസ്റ്റ് മീൻസ് അവിടെ പൂച്ചയും പുലിയും
സിംഹമൊന്നും ഉണ്ടാവില്ല. നോർമൽ അവിടേക്കൊന്നും അങ്ങനെ വീടും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഒരു വലിയൊരു ഇതാണ്. അതിന്റെ താഴെയായിട്ടാണ് പുഴ വരുന്നത്. പുഴ പണ്ട് നല്ല പുഴയായിരുന്നു. ഇപ്പം മഴ ആയതുകൊണ്ട് ചെളിയായിട്ടുണ്ട് നിറച്ചും. ചെളിവെള്ളമാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്താ കാണാത്ത? സോ അതാണ് ഗൈസ് പുഴ. നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുഴ അല്ല എന്താ മഴ ആയതുകൊണ്ട് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ലേ, വലിയ പുഴയാണ്. അപ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല കുത്തൊഴുക്കുണ്ട്. ദെൻ നമ്മളിവിടെ തന്നെ ആദിവാസി കോളനികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തിരുമ്പുന്നതും ഇതൊക്കെ ആക്കണമൊക്കെ ഇതാ ഇവിടെ നിന്നാണ് കേട്ടോ. കണ്ടോ, ഭയങ്കര ഒഴുക്കാണ്. പുഴ ഉള്ളതുകൊണ്ട് തന്നെ ഓളെ വീട്ടിൻ്റെ അവിടേക്ക് ഈ സൗണ്ട് എപ്പോഴും കേൾക്കും. പണ്ട് ഞാൻ നേരത്തെ വന്ന ആ ഒരു പാലമുണ്ടല്ലോ, തമിഴ്നാട് കേരളം ആ ഒരു ബോർഡറിൻ്റെ അവിടെയുള്ള പാലം, അന്ന് ആ പാലല്ലായിരുന്നു പണ്ടൊക്കെ, പുഴയായിരുന്നു. പുഴയിൽ കൂടെ വേണം നടന്നിട്ടൊക്കെ പോകാനായിട്ട്. അതിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞി പാലായിരുന്നു. ഇപ്പം പിന്നെ അതിൻ്റെ മേലെ കൂടെ പാലൊക്കെ കിട്ടി പുഴ ചെറുതായി. പണ്ട് വലിയ പുഴയായിരുന്നു. കണ്ടോ, ഇല്ലിമുളാണ്. ഇല്ലിമുടങ്കാടുകളിൽ എല്ലെല്ലാം പടരും. ഈ പുളി എന്താ പുളിയാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണോ? നോക്കൂ ഗൈസ്, ഇതെന്തോ ഒരു പുളിയല്ലേ, കൊടംപുളിയാന്ന് തോന്നുന്നുണ്ട്. ഇത് ഉണക്കിയിട്ടല്ലോ കൊടംപുളി ആക്കണത്. ഞാൻ എന്തൊക്കെയോ കാണുന്നുണ്ട് ഇവിടെ. കണ്ടോ, പുഴ, ഇല്ലിക്കാട്, ചീവീട്. ആ വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടില്ലേ, അതാണ് മുപ്പത്തിയേരുടെ പുതിയ വീട്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം വീട് കൂടുതലൊന്നും ആയിട്ടില്ല. ആ കാണുന്നത് റിസോർട്ടാണ് ഗൈസ്. നമ്മൾക്ക് പോകാനുള്ള വഴിതാ ഈ കണ്ണ മുട്ടം കുന്നില്ലേ, ഈ കുന്ന് കയറിയിട്ട് വേണം ഓളെ പെരിക്ക് പോവാൻ. ഞാനുണ്ടല്ലോ ആഴ്ചയിൽ 4 ദിവസം ഇവിടെ തന്നെയാണ് ഉണ്ടാവല്. ഇടക്കിടക്കിടക്കിടക്ക് വരും. ഇനിയിപ്പോൾ കല്യാണം കഴിച്ചു പോയാൽ ഞാൻ എങ്ങനെ വരും എന്നാണ് ആലോചിച്ചത്. സാരല്ല, നമുക്ക് പനി കാണാൻ വരാം. ഇതാട്ടോളെ വീട് പെയിന്റ് അടിച്ച് കഴിഞ്ഞു. ഇതിന് എന്തൊക്കെ പണിയാളാണ് ഒരു വീടിന് തീർന്നതെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഓൾമോസ്റ്റ് കുറേ പണിയാൾ തീർന്നു കഴിഞ്ഞ് കുറച്ച് പണിയാളും കൂടി ഉള്ളു. ടൈലൊട്ടിക്കുക അങ്ങനത്തെ. ഇതാണ് ഗൈസ് കുന്ന്. നമ്മൾ എത്ര ഉഷാറിൽ വന്നാലും ഈ കുന്ന് കയറി അവിടെ എത്തുമ്പോഴേക്കിനും തീരുമാനമാകും. സോ കയറി എന്നെ വേറെ വൈകില്ല. എന്തിനേ ചവിട്ടിയിട്ടിക്കണം അറിയോ? ഇത് മഴക്കാലല്ലേ, തെന്നി വഴുതി വീകാണ്ടിരിക്കാനിട്ടതാ. അല്ലെങ്കിൽ ഇന്നെ പോലത്തെ ആൾക്കാരൊക്കെ മോന്തിയും കുത്തി ഊരിയും കുത്തി വെക്കും. അങ്ങനെ ഗൈസ്, ഞാൻ അവളുടെ വീട്ടിലെത്തിയപ്പോൾ ഹൽദിക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് എടുത്തുകൊണ്ടെന്ന് കാണിച്ചു തന്നു. ഇതൊക്കെയാണ്, രസമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഒരു കോമഡി പറ്റിയത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മീഷോന്ന് നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹൽദിക്ക് എല്ലാവരും ഇടുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഈ വള, മാല, നെറ്റിച്ചുട്ടി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് ഓൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു. അപ്പോൾ വന്ന് കണ്ടപ്പോൾ ഒക്കെ കോമഡി ആയിട്ട് തോന്നി. ഓളത് തിരിച്ചയക്കാൻ പോവാണ്, ഓക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സംഗതി ട്രെൻഡ് കഴിഞ്ഞു പോയിട്ടുള്ള ആ സാധനമാണ്. നമ്മൾ ആ മറ്റേ പൂവും മറ്റേ ഇതൊക്കെ വരുന്നതായിരുന്നല്ലോ. ഞാൻ അന്നേ ഓളോട് പറഞ്ഞതാണ് ഇത് വാങ്ങണ്ട, മറ്റേ സാധാ ജോക്കറും സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മതിയെന്ന്. പക്ഷെ അതിൽ കാണുമ്പോഴുള്ള മാതിരില്ല, ഇവിടെ എത്തുമ്പോൾ ഭയങ്കര ബോറുണ്ടായിരുന്നു ഗൈസ്. അപ്പം എന്തായാലും അത് തിരിച്ചയക്കാന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യയിൽ നിന്ന് വേറെ ജോക്കറും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൽദിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം അതൊക്കെ ഓർഡർ ചെയ്ത്, അപ്പം ഇത് എന്തായാലും റിട്ടേൺ കൊടുക്കാൻ പോകണം. എന്നാൽ പിന്നെ ഇതൊന്ന് ഇട്ട് ഒരുങ്ങിയിട്ടാകുമ്പോൾ തിരിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് 37 എനിക്ക് ഇട്ട് കാണിച്ചു തരാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഇടാത്തോണ്ടാണോ എന്നറിയില്ല, എനിക്കിതൊക്കെ കൂടി കണ്ടപ്പോൾ ചിരിയാണ് വരുന്നത് ഗൈസ്. നമ്മുടെ മറ്റേ രാമനും രാധയായിട്ടുള്ള അതിലേതിലോ ഒരു സീരിയലില്ലായിരുന്നു, രാധ ഇതുപോലത്തെ കുറേ ഓർണമെന്റ്സ് ഇട്ടിട്ടല്ലേ വരിക. സംഗതി അവസാനത്തെ ഫൈനൽ ലുക്ക് അതുപോലെ ഉണ്ടായിരുന്നു, ഇൻസാന രാധ. പിന്നെ മൂക്കുത്തി കണ്ടപ്പോഴാണ് ആദ്യം ഞാൻ വിചാരിച്ചത് വളയായിരുന്നു ഒന്ന് കയ്യിലിടണം, വലിയൊരു മൂക്കുത്തിന്. അപ്പം ഇതാണ് ഗൈസ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഒരു ചിരിച്ചൊരു വൈക്കയിക്കണ്, കണ്ടിട്ട് കുറേ ചിരിച്ചിരിക്കണ് ഞങ്ങൾ. എനിക്കത് കണ്ടിട്ട് സത്യമായിട്ടും ചിരിയാട്ടോ വന്നിനത്. അപ്പം അവിടെ പുറത്ത് ഉമ്മച്ചി നിൽക്കുന്നുണ്ട്, ഓളമ്മച്ചി. അപ്പോൾ ഓളമ്മച്ചി എന്നോട് പറയണേ, റബിയെ ഇവക്ക് പ്രാന്താണ് ഇതൊക്കെ വാങ്ങിയിട്ട് ഇത് എങ്ങനെയും ഇതൊക്കെ ഇട്ട് നിൽക്കാന്നൊക്കെ. ഇമ്മച്ചിമാർക്ക് ഇങ്ങനത്തെ നമ്മളെ ട്രെൻഡാണെന്നൊന്നും പറഞ്ഞതൊന്നും ഇഷ്ടാവില്ലല്ലോ, കുറേ കാടും പൂവൊക്കെ വലിച്ച് മേത്തിട്ടിക്കാന്നൊക്കെയാണല്ലോ പറയാ. അപ്പം ഉമ്മച്ചിക്ക് ചിരി വരിക, എനിക്കും ചിരി വരിക. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ തന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം എന്തായാലും ഗൈസ് ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം സംഗതി എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലാണ്ട് ഇനിയിപ്പോൾ ഇതെന്തായാലും ഇടൂല. അപ്പം നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് വേറെ ഒരു നല്ല രസമുള്ള ഒരു അടിപൊളി ജോക്കറും അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള കമ്മലൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ എന്താ വെറുതെ കടന്നുറങ്ങണം പാനോളം അടങ്ങാറാക്കിനു. പിന്നെ എന്താ നമ്മളെ കുട്ടാപ്പി പൂച്ച ഉണ്ട്, കുട്ടാപ്പി അല്ല, പൂച്ചൻ്റെ പേര് വേറെ എന്തോ ആണ്. അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരമായിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പുറത്തിരുന്ന് ചായയൊക്കെ കുടിച്ചു. എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുപോയി കൊടുക്കട്ടെ. ഗൈസ് ഓളിത് അവിടെ ഇരിക്കുന്നുണ്ട് സിറ്റ് ഔട്ടിൽ. ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടോ. ഇനി ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അഭിനയം മാത്രം കണ്ടാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ.
അപ്പതാ പക്ഷെ ഗിഫ്റ്റ് ഓള് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഗിഫ്റ്റ് എപ്പോ കൊടുക്കണേ ഉള്ളൂ, പൊട്ടിച്ചൊന്നും നോക്കിയിട്ടില്ല. ഓക്കെ വെൽക്കം. പൊട്ടിക്കും. അല്ല എന്തേലും ഗസ് ഉണ്ടോ? ഹാഫേ കിട്ടണുള്ളൂ. എന്തേലും ഗസ് ഉണ്ടോ? മഞ്ചിന്റെ പാക്കറ്റ് അല്ല. തുറന്നു നോക്കി നോക്ക്. ഇത് ക്ഷമല്ലാത്തോണ്ട് ഞാൻ വലിച്ചു നോക്കിക്കോട്ടോ. അത് ആ സൈഡിൽ കൂടെ ഇങ്ങനെ വലിച്ചു നോക്ക്, രണ്ടിന്റെയും എടി കൂടെ. എന്റെ ഗൈസ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കണത് ഞാനിവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് ഒക്കെ പൊതിഞ്ഞുണ്ടാക്കിയത് കീറി പറിച്ചൊരു ദയാദാക്ഷൻ അല്ലാണ്ട് വലിച്ചൊരു. കുട്ടാപ്പിനെ കാട്ടിയരങ്ങൾക്ക് വിളിക്കണ വിളിയൊക്കെ കേൾക്കുമ്പോ ആയിരിക്കും. ചിന്നാണ്ടി എന്നാണ് കേട്ടോ. എന്ത് ചിന്നാണ്ടി എന്നാണ് എന്റെ പേര്. പിന്നെ ഞാൻ നിങ്ങളെ വീഡിയോയില് ഇടുന്നത് ഞാൻ കുട്ടാപ്പിനെ. കുട്ടാപ്പി ഉണ്ടായിരുന്നു ഇവിടെ പണ്ടുണ്ടായ പൂച്ചല്ല അത്. പണ്ടുണ്ടായ പൂച്ചയാണ് കുട്ടാപ്പി. അതെ എനിക്ക് തോന്നുന്നത് ക്ലിയർ ഉണ്ടാവോ? ക്ലിയർ ഉണ്ട്. പൊളിക്കോ? മൊത്തത്തിലൊന്ന് ഫുള്ള് കണ്ട് തീരലുണ്ടാവോന്നൊന്നും എനിക്കറിയില്ല. ഡയറി എഴുതാനല്ല, പണ്ടത്തതല്ല, ഇത് പുതിയതാ. മറിച്ച് നോക്കി നോക്ക്. അങ്ങനല്ല, ഇരുന്ന് വായിക്കാൻ നിന്നൊന്നും തീരൂല. ഫോട്ടോ കൊട്ടിച്ചു. സൂപ്പർ സൂപ്പർ സൂപ്പർ. Oh my god. കൊറേ ഫോട്ടോ ഉണ്ട്. നമ്മളെ പണ്ടത്തെ നൊക്ലാജിയ വീണ്ടും വന്നു നോക്കി. യെസ്, ഞങ്ങൾ 4 ഫിൽറ്റർ ഒക്കെ ഇട്ടെടുത്ത ഫോട്ടോ ആണ് അതൊക്കെ. ഇത് അജുവിന്റെ ഒപ്പം നിൽക്കുന്നത് ഇത് ഭയങ്കര രസമായിട്ടോ. നമ്മുടെ പാറക്കെട്ടിന്ന് എടുത്ത ഫോട്ടോ. എങ്ങനെയുണ്ട് ഇത്? ഇത് ഇന്നോട് ഒരു ദിവസം ചോദിച്ച ഓർമ്മ ഉണ്ടോ? എനിക്ക് പണ്ടത്തെ മാതിരി ലെറ്റർ എഴുതി തരുവോണ്ടീന്ന്. അല്ല അപ്പൊ എഴുതിയതല്ല. അല്ല അപ്പൊ അതേപോലെ അന്ന് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഈ കൊറേ എഴുതി. അതെ, നമ്മളൊരു പൂ ചോദിച്ചാൽ പൂക്കാലം കൊണ്ടു തുറക്കുന്ന തന്നെ ഓളിനോട് ഒരു പേപ്പറിൽ എഴുതാനാ പറഞ്ഞേ. ഗൈസ് ഇവിടെ വേറൊരാളുണ്ട്, കാട്ടി തരണോ? കാട്ടി എടുക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി. ഇത് ഭയങ്കര വലിയ ഒരു ഗിഫ്റ്റ്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് റിയാക്ഷൻ നിങ്ങളെ മുന്നിൽ തന്നെ പറയും. അതെ, സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു. പൈനപ്പി അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ ഇപ്പച്ചിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വിളിക്കുക എന്നുള്ളത് ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു പാരഗ്രാഫ് പോലെ. അപ്പോൾ അതിങ്ങനെ വിളിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ എഴുതി കൊടുത്തപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓൾ എടുത്തിട്ട് വീഡിയോ എടുക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഈവനിങ് ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അപ്പോൾ പാൽ ചായ ആയിരുന്നു. അപ്പോൾ പൂച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ട്. നമ്മൾ കുറച്ച് നിലത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പം അത് നല്ല കുടിക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ഇങ്ങനെ നമ്മൾ സ്നേഹം കാണിക്കണം പൂച്ചകളോട്, പാത്രത്തിൽ കൊടുക്കണം, നിലത്ത് ഒഴിച്ച് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു പാത്രം എവിടെ നിന്ന് എടുത്തോണ്ടിട്ട് അതിൽ പാൽ ചായ ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ ഒരാൾ ഗർഭിണിയാണ്, മറ്റേ ആൾ പക്ഷേ
കൊണ്ടുവന്ന് കൊടുത്ത പാത്രം ഉച്ചക്കോല് ചോറുന്ന പാത്രത്തിലാണ്. അത് മണത്തിട്ട് പോലും രണ്ടാളും അതിൽ ചായ കുടിക്കണില്ല ഗൈസ്. മര്യാദക്ക് കുടിച്ചുകൊണ്ടിരുന്ന അതിറ്റിങ്ങളെ രണ്ടാളുടെയും കുടി അങ്ങോട്ട് മുട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പാവം. ഞാൻ എന്നിട്ട് പിന്നെ വേറൊരു ഗ്ലാസ്സിൽ കുറച്ച് നിലത്ത് വെച്ച് കൊടുത്തപ്പോ നിലത്തുനിന്ന് പോലും കുടിക്കുന്നുണ്ട്, പാത്രത്തിൽ കുടിക്കുന്നില്ല. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനത് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ കൊടുത്തു. അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇതാ വന്നു. നല്ല മഴയാണ് കേട്ടോ, ഞാൻ കാട്ടിത്തരാം നിങ്ങൾക്ക്. അപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ കുട എടുക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. വലിയ ഓവറാക്കി ചാടിത്തുള്ളി പോയിട്ടുണ്ടെങ്കിലും കുട എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുടയൊക്കെ എനിക്ക് അവിടുന്ന് തന്നുപ്പച്ചി. അപ്പൊ ഞാൻ കുട തിരിച്ചുണ്ടെങ്കിൽ കൊടുക്കാൻ ഞാൻ വേറൊരു ദിവസം പോകണം. അപ്പൊ എല്ലാം കഴിഞ്ഞത് എത്തിയിട്ടുണ്ട്. ഒരു 6 മണി 7 മണി സമയമായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സിന് ഇതുപോലത്തെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.